ഹരേ ഗുരുവായൂരപ്പാ ശരണം. ഈശ്വര രക്ഷാകരം. ജന്മങ്ങളോളം കർമ്മഫലം ദുർവിധിയായി പിന്തുടർന്നാലും ഈശ്വരയിൽ വിശ്വാസം അർപ്പിച്ചു ജീവിക്കുന്ന മനസ്സുകളെ ഈശ്വരൻ ഒരിക്കലും കൈവിടുകയില്ല. തനിക്ക് ആരുമില്ല, ഈശ്വരൻ പോലും രക്ഷയില്ല എന്ന മനസ്സ് മുട്ടുന്ന അവസരത്തിൽ പോലും ഈശ്വരന്റെ രക്ഷാകരം നമ്മെ തേടി വരും. മനസ്സിൽ നന്മയുണ്ടെങ്കിൽ കർമ്മഫലത്തിന്റെ കാഠിന്യം കുറയും. നന്മ ഈശ്വരീയ ഗുണമാണ്. സ്വത്തും സമ്പാദ്യവും ഉണ്ടെങ്കിലും ചില കുടുംബങ്ങളിൽ ദുരിതങ്ങൾ ഒഴിയുന്നില്ല. പിതൃക്കളുടെയും കുലദേവതകളുടെയും പ്രീതിയില്ലാത്ത കുടുംബങ്ങളിൽ പുറത്ത് എത്ര നന്മ പ്രവർത്തനങ്ങൾ ചെയ്താലും വീട്ടിൽ ദുരിതവും ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് അവരെ പ്രീതിപ്പെടുത്തുന്നതോടെ മാറുകയും ചെയ്യും. അതിനും സമയം ആയിട്ടില്ലാത്തവർ അവിശ്വാസത്തോടെ പെരുമാറുകയും ദുരിതത്തിൽ നീറി ജീവിക്കുകയും ചെയ്യും. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർക്കും കാവുകളും മറ്റും നശിപ്പിക്കുന്നവർക്കും എത്ര നന്മ പ്രവർത്തനങ്ങൾ ചെയ്താലും ഈശ്വര കൃപ ലഭിക്കില്ല. ഭക്തി വിശ്വാസത്തിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും ജീവിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ വിമർശനവും തടസ്സവും നേരിടേണ്ടി വരുന്നത് അവനവന്റെ ഭവനത്തിൽ സ്വന്തം ബന്ധങ്ങളിൽ നിന്ന് തന്നെയാണ്. എന്ത് തടസ്സം ഉണ്ടായാലും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വരെ ഒരു സമയം വരുമ്പോൾ എല്ലാവരും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. എല്ലാം ഈശ്വര നിശ്ചയം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. പ്രതിസന്ധികൾ നമ്മുടെ മനസ്സിന് കരുത്തു നൽകും. പോസിറ്റീവായി മാത്രം ചിന്തിക്കുക. അവർക്ക് മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ. ഈശ്വര അർപ്പിതമായ സൽക്കർമ്മം കൊണ്ട് മാത്രമേ സത്ഫലം ഉണ്ടാകൂ. അത് നമ്മുടെ ദുരിതങ്ങൾ ലഘൂകരിക്കും. സൽചിന്തകൾ മനസ്സിൽ വിടരാൻ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം.